നമസ്കാരം. യോഗസൂത്രം 1.5 എന്താണെന്ന് നമുക്ക് നോക്കാം. വൃത്തയ പഞ്ചതയ്യാഹ ക്ലിഷ്ട അക്ലിഷ്ടാഹ. വൃത്തി എന്താണെന്ന് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ മനസ്സിൽ ഒരു ദിവസം ഏകദേശം 50,000-ഓളം ചിന്തകൾ വരും. അതുകൊണ്ട് ഈ ചിന്തകളാണ് മനസ്സ് എന്ന ഒരു ധാരണയിലാണ് നമുക്ക് ഉള്ളത്. നമുക്ക് ശരിയായ മനസ്സ് എന്താണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതായത് സ്ഥിരമായി കലങ്ങിക്കിടക്കുന്ന ഒരു കുളം കണ്ട ആൾക്ക് തെളിഞ്ഞിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് അറിയില്ല. അതുപോലെയാണ് നമ്മുടെ മനസ്സിങ്ങനെ ചിന്തകളിൽ മുഴുകി ഈ നിമിഷം എന്താണെന്ന് അനുഭവിക്കാൻ നമ്മൾക്കറിയില്ല. നമ്മൾ വിചാരിക്കുക ഇങ്ങനെ തന്നെയാണ് മനസ്സ്, ഇങ്ങനെ ചിന്തകൾ വരുന്നതാണ്. പക്ഷേ ഒറ്റ ചിന്ത പോലും ഇല്ലാതെ അല്ലെങ്കിൽ ഒറ്റ ചിന്തയിൽ ഏകാഗ്രമായി നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കലങ്ങിയ കുളമല്ല, നമ്മൾ തെളിഞ്ഞ വെള്ളമാണ്. നമ്മൾക്ക് അടിത്തട്ട് കാണാം. അങ്ങനെ മനസ്സിൻ്റെ അടിത്തട്ട് കാണേണ്ട നമ്മളെ എന്തൊക്കെയാണ് ഈ ചിന്തകളിലേക്ക് അല്ലെങ്കിൽ വൃത്തികളിലേക്ക് നയിക്കുന്നത് എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അതാണ് വൃത്തയ പഞ്ചതയ്യാഹ ക്ലിഷ്ട അക്ലിഷ്ടാഹ. നമ്മളെ ക്ലിഷ്ടങ്ങളിലേക്ക്, ബന്ധനങ്ങളിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്ലേശങ്ങളിലേക്ക് നയിക്കുന്ന ചിന്തകളും ഉണ്ടാകാം, അക്ലിഷ്ടങ്ങളിലേക്ക് നയിക്കുന്ന ചിന്തകളും ഉണ്ടാവാം. അക്ലിഷ്ടം എന്ന് പറഞ്ഞാൽ ക്ലേശമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ മോചനത്തിലേക്ക് നയിക്കുന്ന ചിന്തകൾ. ഇങ്ങനെ രണ്ട് തരം ചിന്തകളാണുള്ളത്. ക്ലിഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ വിഷയങ്ങളിലേക്ക് നിരന്തരം വലിച്ചു കൊണ്ടുപോകുന്നതിനെയാണ് ക്ലിഷ്ടം എന്ന് പറയുക. അത് നമ്മൾ ബന്ധനത്തിലാക്കും. അക്ലിഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങളിൽ പിൻവലിച്ച് നമ്മുടെ ഉള്ളിലുള്ള ബോധം, ആത്മാവ്, കോൺഷ്യസ്നെസ്, ബ്രഹ്മം, പരമാത്മാവ്, ഇതിലേക്ക് ചിന്ത കൊണ്ടുപോകും, അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് മാത്രം ചിന്ത കൊണ്ടുപോകുന്നതിനെയാണ് അക്ലിഷ്ടം എന്ന് പറയുന്നത്. ഈ രണ്ട് തരം കാര്യങ്ങളാണ് നമ്മളെ വൃത്തിയിലേക്ക് നയിക്കുന്നത്. വൃത്തയ പഞ്ചതയ്യാഹ ക്ലിഷ്ട അക്ലിഷ്ടാഹ. അടുത്ത സൂത്രത്തിൽ അതിൻ്റെ പേര് പറയുന്നുണ്ട്. ആ പേര് മാത്രം ഞാനിപ്പം പറയാം. വിശദീകരിക്കണമെങ്കിൽ അത് കുറേ സമയമെടുക്കും. അതെന്തൊക്കെയാണ് നോക്കാം. 5 തരം വൃത്തികൾ: പ്രമാണ, വിപര്യയ, വികൽപ്പ, നിദ്ര, സ്മൃതയ. ഈ 5 പേര് എഴുതി വെച്ച് പഠിക്കുക, എന്നാലേ നമ്മൾക്ക് മനസ്സിലാവില്ല. ഇത് ഓർമ്മിക്കാൻ വളരെ പ്രയാസമാണ്. പ്രമാണം, വിപര്യയ, വികൽപ്പം, നിദ്ര, സ്മൃതി. 5 അവസാനത്തെ 2 പെട്ടെന്ന് നമ്മൾക്കറിയാം. നിദ്രയിൽ നമുക്ക് നല്ല സ്വപ്നം കാണാം, മോശ സ്വപ്നം കാണാം. അത് 2 തരം വൃത്തികളും അവിടെ സൃഷ്ടിക്കും. ക്ലിഷ്ടവുമാവാം, അക്ലിഷ്ടവുമാവാം. സ്മൃതി നമ്മളിങ്ങനെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് നല്ല ഓർമ്മകളായിരിക്കാം, മോശം ഓർമ്മകളായിരിക്കാം. നമ്മൾ ബന്ധനത്തിലാക്കാം, നമ്മളെ മോചിപ്പിക്കാം. ബാക്കിയുള്ള 3 പിന്നെ പറയും. പ്രമാണ, വിപര്യയ, വികൽപ്പ, നിദ്ര, സ്മൃതയ. ബാക്കിയുള്ള 3 പറയുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് കുറച്ച് സമയമെടുക്കും. അത് ഒറ്റ ക്ലിപ്പിൽ പറഞ്ഞാൽ ബോറടിക്കും. അതുകൊണ്ട് അത് അടുത്തതിൽ പറയാം. 5 വൃത്തികളെക്കുറിച്ച് വിശദമായി അടുത്ത സൂത്രത്തിൽ പറയാം. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. ഒരു ചിന്ത പോലും ഇല്ലാത്ത ശുദ്ധമായ കുളം പോലെ നമ്മുടെ മനസ്സിനെ ആക്കുക. അതാണ് ശരിയായ മനസ്സ്. അത് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മുടെ വിചാരം ഈ ചിന്തകളുള്ള മനസ്സാണ് ശരിയായ മനസ്സ് എന്നാണ്. അത് നമ്മൾക്ക് മാറ്റിയെടുക്കാൻ യോഗാഭ്യാസത്തിലൂടെ നമുക്ക് ഏകാഗ്രമായി 1 പോയിൻറ്റഡ് മൈൻഡ്, അതേ നമുക്ക് ആവശ്യമുള്ളൂ. അതായാൽ നമ്മുടെ ജീവിത വിജയമായി. നമ്മുടെ സൊല്യൂഷൻ പാർട്ട് പ്രവർത്തിക്കും, നമ്മുടെ ഉള്ളിലുള്ള ബോധം പ്രവർത്തിക്കും. ഈ മനസ്സാണ് നമ്മുടെ ശരീരത്തിലുള്ള ബോധത്തെ പ്രവർത്തിക്കുന്നത് തടയുന്നത്. അതിലെത്താൻ നമ്മൾക്ക് യോഗാഭ്യാസത്തിലൂടെ മനസ്സിനെ 1 പോയിൻറ്റഡ് ആക്കിയാൽ മതി. നിരുദ്ധമാക്കേണ്ട ആവശ്യമില്ല. അത് യോഗികൾ ചെയ്തോട്ടെ. 1 പോയിൻറ്റഡ് ആക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കും. ചിന്തിക്കുക. താങ്ക് യു.